ചക്ഷുർമേ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദേവം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്യതാം ച. हे कृष्णा करुणा सिंधु दीनबंधो जगल्पदे गोपेश कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुदे देवी प्रणमामि हरे प्रिये. वाञ्छाकल्पतरोभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. ओम नमः ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशचारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 33-34. ഹരേ കൃഷ്ണ. അഥ ചേത്തമിദം മിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അഥ ചേത്തമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അഥ ചേത്തമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. അഥ അതുകൊണ്ട് ത്വം നീ ധർമ്മ്യം ധാർമ്മികമായ ഇമം സംഗ്രാമം ഈ യുദ്ധത്തെ ന കരിഷ്യസി ചെയ്യുകയില്ലെങ്കിൽ തദ പിന്നെ സ്വധർമ്മത്തെയും കീർത്തിം ച കീർത്തിയെയും ഹിത്വ ത്യജിച്ചിട്ട് പാപത്തെ അവാപ്സ്യസി പ്രാപിക്കും. അല്ല ധാർമ്മികമായ ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ സ്വന്തം കടമ നിറവേറ്റാതിരുന്നതുകൊണ്ട് നീ തീർച്ചയായും പാപം കയ്യേൽക്കും. യുദ്ധവീരനെന്ന നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർജി കി ജയ്. അർജുനൻ ഒരു പ്രശസ്ത യോദ്ധാവാണ്. അദ്ദേഹം അനേകം ദേവന്മാരെ പരമശിവനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച് കീർത്തി നേടിയിട്ടുണ്ട്. കാട്ടാള വേഷധാരിയായ പരമശിവനെ പൊരുതി തോൽപ്പിച്ച ശേഷം പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നും പാശുപതാസ്ത്രം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു മഹായോദ്ധാവാണെന്ന് എല്ലാവർക്കും അറിയാം. ദ്രോണാചാര്യനും ആശീർവദിച്ച് ഗുരുവിനെ പോലും ഹിംസിക്കാൻ കഴിവുള്ള ഒരു സവിശേഷ ആയുധം അർജുനന് സമ്മാനിച്ചിരുന്നു. പിതാവായ ദേവേന്ദ്രൻ ഉൾപ്പെടെ അസംഖ്യം പ്രാമാണികരിൽ നിന്ന് വിജയോപഹാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എങ്കിലും ഈ യുദ്ധത്തിൽ നിന്നൊഴിഞ്ഞു മാറിയാൽ ക്ഷത്രിയൻ എന്ന നിലയിൽ തനിക്കുള്ള കടമ നിറവേറ്റിയില്ലെന്ന് വരും. അതിനു പുറമെ ഇതേവരെ നേടിയ സൽകീർത്തിയും നഷ്ടപ്പെടും. തനിക്ക് നരകത്തിലേക്ക് വഴിയൊരുക്കലാവും അതെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, അതിൽ നിന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് നരകം പോകേണ്ടി വരുന്നത്. ഹരേ കൃഷ്ണ. 34. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവ്യസ്യ ച കീർത്തിർമരണാത് അതിരിച്യതേ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ച കീർത്തിർമരണാത് അതിരിച്യതേ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ച കീർത്തിർമരണാത് അതിരിച്യതേ. അപിച്ച മാത്രമല്ല, ഭൂതാനി ജനങ്ങൾ, തേ നിനക്ക് നിന്നെപ്പറ്റി, അവ്യയം നശിക്കാത്ത, അകീർത്തിം ദുഷ്കീർത്തിയെ, കഥയിഷ്യന്തി പറയും, സംഭാവിതസ്യ ബഹുമാന്യനായ ഒരാളിന്, അകീർത്തി ദുഷ്കീർത്തി, മരണാത് ച മരണത്തേക്കാൾ, അതിരിച്ചതേ അധികതരമാകുന്നു. ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തേക്കാൾ ദുസ്സഹമാണ് അപമാനം. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദജി കി ജയ്. സുഹൃത്തിന്റെയും തത്വചിന്തകന്റെയും നിലയിൽ കൃഷ്ണ ഭഗവാൻ യുദ്ധം ചെയ്യില്ലെന്ന അർജുനന്റെ നിശ്ചയത്തെ പറ്റി അവസാന വിധി അരുളുകയാണ്. അർജുന, പോരിന് മുൻപ് തന്നെ ഈ രണാങ്കണം വിട്ടുപോയാൽ നീ ഭീരുവെന്ന് വിളിക്കപ്പെടും. രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയാൽ ജീവൻ രക്ഷിക്കുകയാണെന്ന് ഓടിപ്പോയി ജീവൻ രക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക, നിനക്ക് ദുഷ്പേരുണ്ടാകും.
ഇതിലും ഭേദം യുദ്ധത്തിൽ മരിക്കുകയാണ്. ഇതാണ് എന്റെ ഉപദേശം. നിന്നെ പോലെ മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ കഷ്ടമാണ് ദുഷ്കീർത്തി. മരണത്തെ ഭയന്ന് ഇവിടം വിട്ടോടരുത്. മരണമാണ് അതിലും ഭേദം. എന്റെ സൗഹാർദ്ദം ദുരുപയോഗപ്പെടുത്തിയെന്നും സമൂഹത്തിൽ നിനക്കുള്ള മാന്യത നഷ്ടപ്പെടുത്തിയെന്നുമുള്ള ദുഷ്പേരിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും. അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി പോകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഭഗവാന്റെ അന്തിമ തീരുമാനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനസ്സിലായ എന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ മാതാജി. എന്താ വായിച്ചതിൽ എന്താ മനസ്സിലായ മാതാജി? ഹരേ കൃഷ്ണ. യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച് അർജുനൻ ഇരിക്കുന്നതിന് യുദ്ധം ചെയ്യാതെ പിന്തിരിഞ്ഞോടിയാൽ ഉണ്ടാകുന്ന ആ ഭവിഷ്യത്തിനെ പറ്റിയാണ് ഭഗവാൻ ഇവിടെ അർജുനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. യുദ്ധവീരൻ എന്ന നിന്റെ യശസ്സും നഷ്ടപ്പെടും. പിന്നെ ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതുകൊണ്ടുള്ള സൽകീർത്തി നഷ്ടപ്പെടും. നിന്നെ ഈ നരകത്തിലേക്ക് പോകുന്ന വഴിയാണ് നീ ഈ പറയുന്നത്. അപ്പം അർജുനനാണെങ്കിൽ അർജുന് പരമശിവനിൽ നിന്ന് പാശുപതാസ്ത്രം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ദ്രോണാചാര്യനെ ആശീർവദിച്ച് ഗുരുവിനെ പോലും ഹിംസിക്കാൻ കഴിവുള്ളൊരു വിശേഷ ആയുധം ലഭിച്ചിട്ടുണ്ട്. പിതാവായ ദേവേന്ദ്രനിൽ നിന്നും വിജയോപഹാരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. എന്നാലും അർജുനൻ ഇവിടെ ഈ യുദ്ധം ചെയ്യാതെ പിന്മാറിയാല് ഇതെല്ലാം, ഈ സൽകീർത്തി എല്ലാം നഷ്ടപ്പെടും. യുദ്ധത്തിൽ നിന്ന് പിന്മാറി പോകുന്നതിനെക്കാട്ടിൽ നല്ലത് മരണമാണെന്നാണ് ഭഗവാൻ അന്തിമമായിട്ട് അർജുനനോട് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് പ്രഭുജി. ഹരേ കൃഷ്ണ. ഇനി മാതാജി വിശദമായിട്ട് പറയട്ടെ. ഹരേ കൃഷ്ണ. ശ്രീലേഖ ഹരിപ്പാട് മാതാജി. താങ്ക് യു മാതാജി. പറയൂ. രോഹിണി മാതാജിയെ ക്ഷണിക്കാം. 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് ക്ഷണിക്കാം. ക്യാമറ തുറന്നു വന്ന് മാതാജിയെ കാണാൻ പറ്റി. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ എല്ലാവരും മൈക്ക് തുറന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെയാണ് നമ്മള് ശ്ലോകങ്ങൾ പറഞ്ഞത്? സോളിന്റെ, ആത്മാവിന്റെ സവിശേഷ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ ശ്ലോകങ്ങൾ ഏതൊക്കെയായിരുന്നു 2ാമത്തെ അധ്യായത്തില്? ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായം നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ആത്മാവിന്റെ ഗുണഗണങ്ങളെ കുറിച്ച്, അതിന്റെ സവിശേഷതകളെ കുറിച്ച്, ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്ലോകങ്ങൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു? ഏതു മുതൽ ഏതുവരെയായിരുന്നു? 33 വരെയുള്ള ശ്ലോകങ്ങൾ. ഒന്നുകൂടി പറയൂ മുത്തച്ചി. 33 വരെയുള്ള ശ്ലോകങ്ങളല്ലേ? ഏതു മുതൽ? പന്ത്രണ്ടാമത്തെ തൊട്ടാണ് മാതാജി. 12ാമത്തെ തൊട്ട്. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ ആത്മാവിന്റെ സവിശേഷ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മള് അർജുനന്റെ 1ാമത്തെ ആ ഒരു യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? സ്വന്തം ജനങ്ങളോടുള്ള ഒരു അനുകമ്പ. സ്വന്തം ജനങ്ങളെല്ലാം വധിക്കപ്പെടും എന്നതോർത്ത് വിഷമിക്കുന്ന, വ്യാകുലനായിരിക്കുന്ന അർജുനന്റെ ആ അനുകമ്പയെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ? ഇപ്പൊ നമ്മൾ പറയുന്നത് 2ാമത്തെ കാര്യം, പാപപ്രതികരണം ഉണ്ടാകും. ഞാൻ ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ, അത് എന്താണ്, ഹിംസിച്ചു കഴിഞ്ഞാല് അത് പാപത്തിന് കാരണമാകും. ഗുരുവിനെ വധിക്കാൻ പാടില്ല, അതുപോലെ പിതാമഹനെ വധിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള അർജുനന്റെ ആ ഒരു വിലാപം. ഇത് അവരെയൊക്കെ വധിച്ചിട്ട് എനിക്ക് ഒന്നുമേ വേണ്ട കൃഷ്ണ, എനിക്ക് രാജ്യം വേണ്ട, സുഖം വേണ്ട എന്നെല്ലാം അർജുനൻ പറഞ്ഞിരുന്നു അല്ലെ? ആ ഒരു പോയിന്റിനെയാണ് ഇപ്പൊ വീണ്ടും ഭഗവാൻ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ 33 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളില് എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ 2 കാര്യങ്ങൾ കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു. 32ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, സ്വർഗദ്വാരം അപാവൃതം. ഇനി നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ രാജ്യം ലഭിക്കില്ല. നീ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് രാജ്യം ലഭിക്കും എന്ന് പറഞ്ഞു അല്ലെ? അപ്പോ അടുത്ത് ഇത് പറഞ്ഞു, സ്വർഗദ്വാരം അപാവൃതം. നീ ജയിച്ചില്ലെങ്കിലോ നിനക്ക് സ്വർഗലോകം
അതിന്റെ കവാടം തുറന്നു കിടക്കുകയാണ്. കാരണം വീരമൃത്യുവാണ് വരിക്കുന്നത്. അപ്പോ നിനക്ക് സ്വർഗദ്വാരം ലഭിക്കും എന്ന് പറഞ്ഞു. നീ രണ്ടും പറഞ്ഞു. രണ്ടും കഴിഞ്ഞാല് ഇപ്പൊ 4 ശ്ലോകങ്ങളിൽ ഇനി പറയാണ്, ഇപ്പൊ നീ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കുക? യുദ്ധം ചെയ്താൽ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ മരിക്കും, അല്ലെ? രണ്ടിലൊന്ന് സംഭവിക്കും. ജയിച്ചു കഴിഞ്ഞാൽ രാജ്യം ലഭിക്കും, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കും. നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് 33 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ 33ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പാപം അവാപ്സ്യസി. എന്താ ലഭിക്കാൻ പോകുന്നത്? ഇപ്പോഴാണ് നിനക്ക് പാപം ലഭിക്കാൻ പോകുന്നത്. അർജുനൻ പറഞ്ഞത് പിതാമഹനെ വധിച്ചാലും ഗുരുവിനെ വധിച്ചാലും ഒക്കെയാണ് എനിക്ക് പാപം ലഭിക്കുക എന്നാണ്, പാപം വരിക എന്നാണ് പറഞ്ഞത്. പക്ഷെ ഭഗവാൻ പറയുന്നു, അല്ല, കാരണം ഇത് ധർമ്മയുദ്ധമാണ്. ഇത് ഇവിടെ ഹിംസയും അഹിംസയും അല്ല നോക്കുന്നത്, ഇവിടെ ധർമ്മവും അധർമ്മവുമാണ് നോക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ധർമ്മ്യം സംഗ്രാമം നകരിഷ്യസി, ചെയ്തില്ലെങ്കിലോ ഈ ധാർമ്മികമായിട്ടുള്ള സംഗ്രാമം, ഈ യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സ്വധർമ്മം കീർത്തിച്ച, ഈ സ്വധർമ്മം നിന്റെ ധർമ്മമാണ്. കാരണം സ്വധർമ്മം എന്ന് പറഞ്ഞാൽ നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ ധർമ്മം നീ പാലിച്ചില്ല, അതിനെ ത്യജിച്ചു കഴിഞ്ഞാൽ നിനക്ക് പാപം ലഭിക്കും. അപ്പൊ വർണ്ണ ആശ്രമ ധർമ്മമുണ്ട് നമുക്ക്, അല്ലെ? ആ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ചുള്ള ധർമ്മം നമ്മൾ അനുഷ്ഠിക്കുക തന്നെ വേണം എന്നാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ധർമ്മം നീ അനുഷ്ഠിക്കുക തന്നെ വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പാപം വരും എന്നുള്ളതാണ് പറയുന്നത്. പലരും ഭഗവത്ഗീതയെ പല തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പ്രഭുപാദരുടെ ഒരു പ്രവചനത്തിലെല്ലാം, പ്രഭാഷണത്തിലെല്ലാം പ്രഭുപാദർ പറയുന്നുണ്ട്. ഒരു ഡോക്ടർ റെയ്ലെ എന്ന് പറയുന്ന ഒരു വ്യക്തി, ബോംബെക്കാരനാണ് അദ്ദേഹം. ഒരു ഫിസിഷ്യനും ഒരു പേഷ്യന്റും തമ്മിൽ, ഒരു ഡോക്ടറും ഒരു രോഗിയും തമ്മിലുള്ള സംഭാഷണം പോലെ, സംവാദം പോലെയാണ് ഭഗവത്ഗീത അവതരിപ്പിച്ചത് അത്ര. അപ്പോ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് ഈ ഒരു സമകാലികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത് ശരിയല്ല. ചിലരെങ്കിലും ഹിംസയാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അഹിംസയും ഹിംസയും അല്ല ഇതിൽ വേണ്ടത്. ഇത് ഗുരുപരമ്പരയിൽ നിന്ന് നമ്മൾ അറിഞ്ഞു വരുമ്പോൾ എന്താണ് നമ്മുടെ ധർമ്മം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ വർണ്ണ ആശ്രമ ധർമ്മം എന്താണ് എന്നുള്ളത് ഇവിടെ പറയുകയാണ്. യുദ്ധവീരൻ എന്ന നിന്റെ യശസ് നഷ്ടപ്പെടും, പാപവും കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? നീ യുദ്ധവീരനാണ്. എങ്ങനെയെല്ലാമുള്ള യുദ്ധവീരമാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം അർജുനൻ ധാരാളം യുദ്ധ വീര്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സെലക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, പരമശിവനെ കാട്ടാള വേഷധാരിയായിട്ട് പരമശിവൻ വന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, അല്ലെ? ആ പാശുപതാസ്ത്രം നേടിയ കഥ. അപ്പൊ പരമശിവൻ യുദ്ധം ചെയ്ത സമയത്ത് അവസാനം അർജുനൻ എന്ത് ചെയ്തു? ഉയർന്നു പോയപ്പോഴ പരമശിവൻ ഉയർന്നു പോകുന്ന സമയത്ത് അർജുനൻ അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു വൈഷ്ണവൻ, അല്ലെ? ഒരു വൈഷ്ണവനാണ് ആര്? ശിവജി എന്ന് പറഞ്ഞത്, മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പൊ മഹാദേവന്റെ പാതാരവിന്ദങ്ങളിൽ പിടിച്ചു കഴിയുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന് വേറെ മാർഗമില്ല. അദ്ദേഹം എന്ത് ചെയ്യും? പാശുപതാസ്ത്രം കൊടുക്കും. ഒന്നിനൊന്ന് അമ്പെയ്ത് ഒരു രക്ഷയും ഇല്ലാന്ന് വരുന്ന സമയത്തിലാണ് മഹാദേവൻ ഉയരുന്നത്. ഒരുപാട് ഉയർന്നു പോകുന്ന, അന്തരീക്ഷത്തിൽ അങ്ങനെ ഉയർന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ആ പാദങ്ങളിലേക്ക് പിടിക്കുന്നത്. അപ്പൊ ഒരു വൈഷ്ണവന്റെ പാദങ്ങളിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആ വൈഷ്ണവൻ താഴേക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കിട്ടേണ്ടതായ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന് പാശുപതാസ്ത്രം ലഭിച്ചു. അതുപോലെ ദ്രോണാചാര്യരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദ്രോണാചാര്യർ സ്വന്തമായിട്ട് സ്വയം അദ്ദേഹത്തെ തന്നെ വധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധമാണ്. അത്രയ്ക്കധികം ഗുരുവിനെ സംപ്രീതിപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അദ്ദേഹവും ആയുധം കൊടുത്തു. അതുപോലെ തന്നെ അഗ്നിദേവൻ കൊടുത്ത, രേഷ്ണ മ്യൂട്ട് ചെയ്യാമോ? അഗ്നിദേവൻ കൊടുത്ത ആ ഒരു രഥത്തെ കുറിച്ചും നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പഠിച്ചിരുന്നു, അല്ലെ? അപ്പൊ നമുക്ക് 1-ാമത്തെ അധ്യായത്തില് 36-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, പാപം ഏവാശ്രയേ ദസ്മാൻ ഹത്വേദാനദായിന എന്ന് പറഞ്ഞിരുന്നു. അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപം കിട്ടും. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമുക്ക് ഉചിതമല്ല എന്നുള്ളതെല്ലാം പറഞ്ഞു. ഞാൻ എന്റെ സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ്? അങ്ങനെ സുഖിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നെല്ലാം
അർജുനൻ പറഞ്ഞിരുന്നു. ആ വാദത്തെ എല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. തനിക്ക് നരകത്തിലേക്ക് വഴിയൊരുക്കലാവും അത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കൊണ്ട് അർജുനൻ നരകം പ്രാപിക്കേണ്ടി വരും, സ്വന്തം ധർമ്മം ചെയ്യാത്തത് കൊണ്ട് എന്നിവിടെ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത 34-ാമത്തെ ശ്ലോകത്തിലും പറയുന്നു, ജനങ്ങളൊക്കെ നിന്നെ പഴിക്കും, കാരണം അവർക്കറിയില്ല നീ വിട്ടുകൊടുത്തതാണ്, നിന്റെ സഹോദരങ്ങളാണ്, നിന്റെ സ്വന്തം ജനങ്ങളാണ് എന്ന് കരുതി നീ അവർക്ക് വിട്ടുകൊടുത്തു അല്ലെ, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, അങ്ങനെയും വിട്ടുകൊടുത്തതാണെന്ന് ആരുമേ ചിന്തിക്കില്ല. എല്ലാവരും എന്ത് ചെയ്യും? അയ്യോ, അർജുനൻ ഇങ്ങനെ പലായനം ചെയ്തു. നമ്മൾ മുമ്പ് ഉത്തരകുമാരന്റെ കഥ പറഞ്ഞിരുന്നു അല്ലെ. വിരാട് രാജ്യത്തെ ഉത്തരകുമാരൻ പുറമേക്ക് ഓടിപ്പോവാനായിട്ട് ശ്രമിച്ചപ്പോഴ് യുദ്ധത്തിൽ നിന്നും ഭീരുവായിട്ട് ഓടിപ്പോകാൻ ശ്രമിച്ചു, ഓർക്കുന്നുണ്ടാവും അല്ലെ. അജ്ഞാതവാസ കാലത്ത് പാണ്ഡവരെല്ലാം വിരാട് രാജ്യത്ത് കഴിയുന്ന സമയത്ത് അവിടെ ഇവർ പാണ്ഡവർ കഴിയുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ദുര്യോധനനും ഹസ്തിനപുരത്തെ സേനയും എല്ലാവരും അന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് ആരാണ് യുദ്ധം ചെയ്തത്? അവിടുത്തെ വിരാട് രാജാവ് സുശർമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായി പോയി. സുശർമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇവരുടെ ഗോക്കളെയും സമ്പത്തിനെയും ഒക്കെ എടുക്കാനായിട്ടാണ്, ആക്രമിക്കാനായിട്ടാണ് സുശർമ്മ വരുന്നത്. അപ്പൊ സുശർമ്മ ഒരു സൈഡിലൂടെ യുദ്ധം ചെയ്യുന്നു. അപ്പോ അവിടേക്ക് വിരാടകുമാരന്റെ അച്ഛൻ വിരാട് രാജാവ് യുദ്ധം ചെയ്യാനായിട്ട് പോകും. പിന്നീട് ഇവിടെ ഹസ്തിനപുരത്ത് നിന്നും യുദ്ധം ചെയ്യാൻ ഒരു സൈഡിലൂടെ മറു സൈഡിലൂടെ വരുന്ന സമയത്ത് ആരുമേ ഇല്ല. അങ്ങനെ ഉത്തരകുമാരനാണ് പോകുന്നത്. ഉത്തര രാജകുമാരി അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തര രാജകുമാരിയുടെ സഹോദരനായ ഉത്തര രാജകുമാരൻ അദ്ദേഹം വരുമെങ്കിലും അദ്ദേഹം വെറുതെ വീരവാദം മുഴക്കുക മാത്രമേ ഉള്ളൂ. അദ്ദേഹം യുദ്ധം ചെയ്യുന്ന പതിവില്ല. അദ്ദേഹത്തിന് ഭയം വന്നിട്ട് അദ്ദേഹം തിരിഞ്ഞോടും. പക്ഷേ ഇദ്ദേഹം ഭയക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ബൃഹന്നളയായി വേഷമിട്ട് വന്ന അർജുനനാണ് സാരഥിയായിട്ട് വന്നത് ഉത്തരകുമാരന്. അപ്പോ അർജുനൻ എന്താ ചെയ്തത്? പിടിച്ചു നിർത്തിയിട്ട് പറയും, അങ്ങനെ ഭീരുവായിട്ട് ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതിന് ശേഷം അവർ മരത്തില് ശമീവൃക്ഷത്തില് കെട്ടിയിട്ടിരുന്ന അവരുടെ ആയുധങ്ങളെല്ലാം പുറത്തെടുക്കും. ഒളിപ്പിച്ചു വെച്ചിരുന്ന പാണ്ഡവരുടെ ആയുധങ്ങളെല്ലാം എടുത്ത്, വിരാട് രാജ്യത്തേക്ക് വരുമ്പോൾ ആയുധങ്ങളുമായിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടുന്ന് ആയുധങ്ങളെല്ലാം എടുത്ത് ഹസ്തിനപുരത്തിൽ നിന്ന് വന്ന എല്ലാവരെയും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. ഇത്രയും സൈന്യം തന്നെ അന്ന് വന്നപ്പോൾ അർജുനൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. ആ അർജുനനാണ് ഇപ്പൊ ഇവിടെ ഈ തേർത്തട്ടില് ഇരിക്കുന്നത്, ശോക സംവിഗ്ന മാനസനായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോ അന്ന് ഉത്തരകുമാരൻ എങ്ങനെയാണോ പോയത് അതുപോലെ ഭീരുവായിട്ടാണ് പോയത് അർജുനൻ എന്ന് ജനങ്ങൾ പഴിക്കും എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം. അകീർത്തിർ മരണാത് അതിരിച്യതേ എന്നാണ് നമുക്ക് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബഹുമാന്യനായ ഒരാൾക്ക് എന്താണ്? സംഭാവിതസ്യ ച അകീർത്തിർ മരണാത് അതിരിച്യതേ. അപ്പോ അത്രയും ബഹുമാന്യനായ ഒരു വ്യക്തി, ഈ ക്ഷത്രിയനായ അർജുനൻ, വില്ലാളി വീരനായ അർജുനൻ ആ യുദ്ധരംഗത്ത് നിന്ന് മടങ്ങിപ്പോയി പലായനം ചെയ്തു എന്നുള്ളത് മനുഷ്യർ പഴിക്കും, കാലങ്ങളോളം പഴിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യും? അർജുനന് പഴിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ചൈത്യ ഗുരുവായിട്ട് പരമാത്മാവായിട്ട് ഇന്നും നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമുക്ക് വഴി കാണിക്കുന്നുണ്ട്. അന്ന് അർജുനന്റെ കൂടെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഗുരുവായിട്ട് വഴി കാണിച്ചു കൊടുത്തു. 2.7 അർജുനൻ എന്ത് ചെയ്തു? ശിഷ്യനായിട്ട് അദ്ദേഹത്തോട് ശരണാഗതി പ്രാപിച്ചു. നമ്മൾ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇപ്പോഴും നമ്മുടെ കൂടെ പരമാത്മാവായിട്ട് ചൈത്യ ഗുരുവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് നമുക്ക് വഴി കാണിക്കുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ.